അപ്പോൾ ഗായ്സ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് തിരുപ്പരപ്പ് വാട്ടർഫാൾസാണ്. ഇവിടെ നിന്ന് ഏകദേശം 54 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഗായ്സ് അപ്പോൾ തിരുപ്പരപ്പ് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡാമിൻ്റെ അവിടെ എത്തി കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്, ഇതുണ്ടോ? വാ, സൂപ്പർ അല്ലേ? അടിപൊളി കേട്ടാ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഡാമിന്ന് പറഞ്ഞാൽ വെള്ളമാണെന്ന് തോന്നണം കേട്ടോ. നല്ല ആഴമുണ്ട്, മീനുമുണ്ട്, നിറയെ ആമ്പലും കാര്യങ്ങളും. അടിപൊളി കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് സിറ്റുവേഷൻ. ഇവിടെ നല്ല കാലാവസ്ഥ കേട്ടോ. തമിഴ്നാട് എത്താറായപ്പോൾ നല്ല കാലാവസ്ഥ. നമ്മളവിടെ പെരുമഴ. ഗൈസ് അപ്പോൾ നമ്മൾ തമിഴ്നാട് കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബൈക്കും കൊണ്ട് തമിഴ്നാട് പറഞ്ഞത്. അടിപൊളി കേട്ടാ. രണ്ട് സൈഡ് ജനിച്ച മോനെ പനയൊക്കെ നിൽക്കുന്നു കേട്ടാ. പാലക്കാടുള്ള പനയൊക്കെ നിൽക്കുന്നു. പൊളി സ്ഥലം കേട്ടാ. ഗൈസ് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളെ സ്ഥലത്തുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലായത്. അടിപൊളി കേട്ടോ, സൂപ്പർ കേട്ടോ. കാണിച്ചു തരാം. നല്ല ആഴമുണ്ട് കേട്ടോ വെള്ളത്തിന്, നല്ലപോലെ ആഴമുണ്ട്. അത് മാത്രമല്ല നല്ല ഒഴുക്കുമുണ്ട്. സൂപ്പർ കേട്ടോ, കൊള്ളാം, അടിപൊളി. നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ. ഗൈസ് അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കാലിൽ മൊത്തം ചെളിയായിപ്പോൾ. എങ്ങനെ അങ്ങോട്ട് പോകാനാണ്? എന്നാ ഇത് തന്നെ വഴി ഇതാണ്. വഴി തെറ്റിപ്പോയാലേ ശരിയാവൂല. ഗൈസ് അമ്മ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല ഒരു ക്ലൈമറ്റൊക്കെയാണ്. ഇവിടെ വന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോവാം. ഗൈസ് അപ്പോൾ കുളിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം, തോർത്തും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. എന്തായാലും നമുക്ക് അതുവരെ പോവാം. ഉപ്പ് തന്നെയാ സാധോ. അത്യാവശ്യം ഒഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്.
ചോദിച്ചത് കാണിച്ചു തരാം. കാണാമോ? ഇവിടെ പറഞ്ഞവർക്ക് പിന്നെ മൊത്തം 20 രൂപയാണ് നമുക്ക് ആവുന്നത്. 10 രൂപ അവിടെ പാർക്കിംഗ് ഫീയും 10 രൂപ ഇവിടെ എൻട്രൻസിൻ്റെ ഫീ ആണ് നമ്മുടെ മൊത്തത്തിൽ ആവുന്നത്. വേറെ പ്രത്യേകിച്ച് പൈസ ഒന്നും ആവില്ല. കുറച്ച് നേരം റിലാക്സ് ചെയ്തൊന്ന് കുളിച്ചിട്ട് പോകാം കേട്ടോ. അതിനാണ് ആൾക്കാർ മെയിനായിട്ട് ഇവിടെ പറഞ്ഞത്. നമുക്കൊരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. നമുക്ക് ഇവിടുന്ന് സഞ്ചരിക്കാം. സമയം ഒരുപാടായി. കാശൊന്ന് കിടയാവുന്നു. ഒരു അപ്പൂപ്പൻ നമ്മളുടെ പൈസ ചോദിച്ചു. പത്മനാഭ പാലസ് അവിടെ പോകണം. മലയാളി ഇല്ല യൂട്യൂബ് ട്രാവൽ ഈറ്റ് വിത്ത് ഗൂഗിൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. எனக்கு தெரியாது. நான் ஃபஸ்ட்டு டைம் தான் நான் இங்கே வருது. யாரும் சொல்லலை, யாரும் ஒன்றும் தெரியாது எனக்கு. நான் அங்கோட்டு போய் கேமரா எங்கள் கை தருவீங்க. அப்படியா? என்ன காசு? 150 രൂപ. ഗൈസ്, അപ്പോൾ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാമറയ്ക്ക് ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നമ്മൾ നൈസായിട്ട് ഫസ്റ്റ് ടൈം പറഞ്ഞുകൊണ്ട് നൈസായിട്ട് കയറിപ്പോയി. ക്യാമറയ്ക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു 20 രൂപ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. 20 രൂപ മൊത്തത്തിൽ ഇപ്പം 20, 30, 40 രൂപ ആയി കേട്ടോ. 40 രൂപയ്ക്ക് അതിനുള്ള സംഭവമൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞവർ ശ്രദ്ധിച്ചോളുക, ക്യാമറ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അധികം പൈസ കൊടുക്കണം. വലിയ ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം പിന്നെ 150 രൂപ. ചെറിയ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 20 രൂപയാണ് കൊടുക്കാനുള്ളത്. എന്നോടൊന്നും പറഞ്ഞില്ല, ഒന്നും അറിഞ്ഞുകൂടെയാണ്. ഞാൻ എന്ത് ചെയ്ത് പതുക്കെ കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം.